നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു ലൂസ് ടോക്കിൽ. പാകിസ്ഥാനോട് ചോദിക്കണം, പുരുഷ ഇനി യുദ്ധമൊന്നും ഇല്ലേ എന്ന് ആ അവസ്ഥയിലായി. ആവർത്തിച്ച അങ്ങനെയുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകളും അതിന് തുടർചലനങ്ങളും ഒക്കെ ആയിരുന്നു നമ്മൾ ലൂസ് ടോക്കിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും നമ്മുടെ ന്യൂസ് ചാനലുകളെല്ലാം തന്നെ എന്താ പറയുക, അവരെ സംബന്ധിച്ച് ദാരിദ്ര്യത്തിലേക്ക് എത്തിയിരിക്കുകയെന്ന് പറയാം. അങ്ങനെ ദാരിദ്ര്യം എന്ന് പറയുന്നത് പോലും യുദ്ധം നിന്നത് നമുക്കൊരു അതായത് ഇന്ത്യ ശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ പാകിസ്ഥാനും ഏറ്റിട്ടുണ്ട്. നമുക്ക് കൃത്യമായി ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. അങ്ങനെ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ വിഷയം ഒരുപാട് വിഷയങ്ങളുണ്ട്. സുധാകരന്മാരുടെ വിഷയം, അതാണ് ശരത്ത് പറഞ്ഞാണ് ശരി. രണ്ട് സുധാകരനുണ്ട്, കുമ്പിടി. അതുപോലെ തന്നെ ശശി തരൂറുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. അതായത് പറഞ്ഞതിൽ വിലക്കി നിലപാടില്ല എന്ന് പറയുന്നത്, അങ്ങനെ കുറെ ഇപ്പോഴത്തെ ട്രെൻഡിങ് വിഷയങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. എന്നാൽ പോലും ഏറ്റവും ഇതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ജി സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ ഞെട്ടിപ്പിക്കുന്നതാണ് ശരത്തെ. നമുക്ക് അത്ഭുതം അമ്പരപ്പം തോന്നാമെങ്കിലും CPM സംബന്ധിച്ച് പലപ്പോഴും സംഭവിച്ചുള്ളതായിരിക്കാനാണ് സാധ്യത. അദ്ദേഹം പറഞ്ഞത് വലിയൊരു വെളിപ്പെടുത്തലാണ്. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനിച്ചിട്ടില്ല. അതെ ഞങ്ങൾ പഠിക്കുകയാണ്. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അപ്പോൾ അതിന് മുമ്പ് കൂടെ പറഞ്ഞുതരാം. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വക്കഫ് പുരുഷോത്തമൻ അദ്ദേഹം സ്പീക്കർ പദവി രാജിവെച്ചിട്ട് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോയി മത്സരിച്ചു. അങ്ങനെ അദ്ദേഹം പാർലമെൻറ്റ് അംഗമായി 84. അപ്പോൾ 89 ആ പാർലമെൻറ്റ് കാലാവധി കഴിഞ്ഞ് 89 വീണ്ടും വക്കഫ് പുരുഷോത്തമൻ തന്നെ അവിടെ മത്സരിച്ചു. അന്ന് അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയായിരുന്നു CPM നേതാവായിരുന്ന KV ദേവദാസ്. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടില്ലായിരിക്കും. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ജി സുധാകരനൊപ്പം തന്നെ സിൻഡിക്കേറ്റും പറയുന്ന ആളാണ് KV ദേവദാസ്. അത് അധ്യാപക യൂണിയൻ്റെയൊക്കെ എന്തോ നേതാവായിരുന്ന ആളാണ് KV ദേവദാസ്. അപ്പോൾ അദ്ദേഹമാണ് മത്സരിച്ചത്. അപ്പോൾ സുധാകരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പോസ്റ്റൽ വോട്ടുകൾ അതെല്ലാം CPM ഓഫീസിൽ കൊണ്ടുവന്നിട്ട് തിരുത്തിയെന്നാണ്. അത് വലിയ ഗുരുതരമായൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. നമുക്കത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ CPM സംബന്ധിച്ച് അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്നല്ലെങ്കിൽ പോലും പൊതുവെ നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വളരെ അത്ഭുതപ്പെടുന്നതാണ്. കൊല്ലം എത്രയായി? 89 എത്ര വർഷമായെന്ന് ആലോചിച്ചത്. 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. എന്നിട്ട് സുധാകരൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ രസകരമായ. കേസെടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കേസെടുക്കേണ്ടി വരും. അത് ഗുരുതരമല്ലേ? അത് ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി നടത്തുന്ന ഒരു പ്രോസസ്സിൽ അത് ക്രമക്കേട് നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതകരമായ സംഭവമാണത്. അതെ, അതുപോലെ തന്നെ എത്ര വിനയം ഉണ്ടായി കാണും അതിന് മുമ്പ് അതിന് ശേഷവും. അത് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും കണ്ണൂരിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ക്രിയകൾ നടക്കും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പലപ്പോഴും പോളിംഗ് ബൂത്തിൽ ഇരിക്കാൻ പോലും കോൺഗ്രസ്സുകാരെയും BJPക്കാരെയും കിട്ടില്ലായിരുന്നാണ് കേട്ടുള്ളത്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും അവിടെ പോകില്ലെന്നാണ് പറഞ്ഞത് പോളിംഗ് ബൂത്തിൽ. കാരണം ഒരാൾ തന്നെ വന്ന് CPM 10-15 വോട്ട് ചെയ്തിട്ട് പോകുന്നതാണ്. അവിടെ ഇങ്ങനെ പോളിംഗ് ഉദ്യോഗസ്ഥനും ഒന്നും പറയാൻ പറ്റില്ല. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ഷേപ്പ് തിരിച്ച് വീട്ടിൽ പോകില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവിടുത്തെ മണ്ഡലങ്ങളിലാണ് CPM സ്ഥാനത്തിൽ 50,000 വോട്ട് 60,000 വോട്ടിനൊക്കെ ജയിക്കുന്നത്. ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ തെക്കോട്ടെടുത്ത് അല്ലെങ്കിൽ മധ്യകേരളം എടുത്ത് നോക്കും, അത്രയും ഭൂരിപക്ഷം വരുന്നില്ല എത്ര പ്രധാനപ്പെട്ട മണ്ഡലമാണെങ്കിൽ പോലും. അവിടെ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന രഹസ്യമൊന്നും പലപ്പോഴും അതൊരു പരസ്യമായ രഹസ്യമാണ്. പക്ഷേ എങ്കിലും സുധാകരൻ്റെ വെളിപ്പെടുത്തൽ ഒരു വലിയ സംഭവമാണ്. കാരണം സുധാകരൻ കുറച്ച് നാളായി CPM നേതൃത്വം വരെ കുറച്ച് ഇടഞ്ഞു നിൽക്കുന്ന ആണ് അവസ്ഥ. അർഹിച്ച ഒരു ഇതും കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല. മാത്രമല്ല അകറ്റി നിർത്തുന്നു. പല കാര്യങ്ങളും ക്ഷണിതാവായിട്ട് പോലും ഇപ്പം ഇല്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സുധാകരൻ തൻ്റെ രാഷ്ട്രീയം അങ്ങനെ അത്ര ചില്ലറയൊന്നുമില്ല. ആലപ്പുഴ രാഷ്ട്രീയത്തിൽ ആദ്യകാല വലിയ പിണറായിക്കൊപ്പമൊക്കെ തന്നെ വന്ന സംസ്ഥാന നേതാവായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് G ഭുവനേശ്വരൻ, രക്തസാക്ഷിയായിരുന്നത് SFIയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് സുധാകരൻ. അങ്ങനെ അതിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്തസാക്ഷി ആയതുകൊണ്ടൊന്നുമല്ല, സുധാകരൻ നേതാവ് തന്നെയാണ്. കൊല്ലം കോളേജിൽ പഠിച്ച ആളാണ്. അദ്ദേഹം വലിയ പ്രഗത്ഭനായൊരു നേതാവ് തന്നെയാണ്, മിടുക്കനാണ്, നല്ല പ്രാസംഗികനാണ്. ഒന്നുമില്ലെങ്കിലും CPM വർത്തമാനകാല നേതാക്കന്മാരിൽ അഴിമതി ആരോപണം നേടാത്ത അപൂർവം പേരുകളാണ് ജി സുധാകരൻ. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് സുധാകരൻ്റെ കാര്യം. മാത്രമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു പോലീസൊക്കെ വന്ന് മൊഴിയെടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയക്കാരുള്ള ഒറ്റുനോക്കുകയാണ്. അപ്പം സുധാകരനിലൂടെ പല രഹസ്യങ്ങളും പരസ്യമാകുമോ എന്നൊരു പേടി ഒരുപക്ഷെ ഇപ്പോഴുള്ളവർക്ക് കാണും. അതായത് ഇതിനകത്ത് തന്നെ പല കാര്യങ്ങളും അറിയാമായിരിക്കും. താൻ ഇതുപോലെ തന്നെ ഈ ഒരു പാർട്ടിയുമായിട്ടൊരു അനുഭവം കാണിക്കാത്തത് തന്നെ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് കൂടിയായിരിക്കും. മാത്രമല്ല ഒരിക്കലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രഹസ്യങ്ങൾ ഒരിക്കലും പരസ്യമാകാറില്ല. മാത്രമല്ല ഇതൊക്കെ മനസാക്ഷിയുള്ളതിനകത്ത് ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇത് പുറത്ത് പറയാനും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയെ മൊത്തത്തിൽ ബാധിക്കും. പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസാക്ഷി അത് വല്ലാത്ത രീതിയിൽ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ രീതിയിലാണ് അതിപ്പോൾ ഇപ്പം സുധാകരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം തുറന്ന് പറയുന്നത്. പല കാര്യങ്ങളും ഇനിയും വന്നേക്കാം പുറത്ത്. തീർച്ചയായും. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ള പക്ഷേ ഇതിൻ്റെ ഫർദറായിട്ടുള്ള അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നത് എനിക്ക് സത്യത്തിൽ സംശയമുണ്ട്. കാരണം അന്ന് ഒരുപക്ഷെ ഇതിൽ പങ്കാളികളെ പല നേതാക്കാരും പലരും ജീവിച്ചിരിപ്പില്ലായിരിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം തെളിവ് എവിടെയെന്നുള്ളതുണ്ട്.
അന്ന് എനിക്ക് തോന്നുന്നത് ബാലറ്റ് പേപ്പർ ഇലക്ട്രോണിക് തന്നെയായിരുന്നു. പെട്ടി, ഇലക്ട്രോണിക് ഇതിലല്ല, ഈ ഉറപ്പില്ല വോട്ടിംഗ് യന്ത്രമായിരുന്നു ബാലറ്റ് പേപ്പർ ആയിരുന്നു ഉള്ളത്. ബാലറ്റ് പേപ്പർ തന്നെയായിരിക്കും. പക്ഷേ ഈ പോസ്റ്റൽ വോട്ടാണ് ഇദ്ദേഹം പറയുന്ന കാര്യം. പോസ്റ്റൽ വോട്ട് കടലാസ് തന്നെയാണല്ലോ, യന്ത്രമല്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇനി അറിഞ്ഞുള്ള അതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഈ സുധാകരനെ പോലെ ദീർഘകാലം ഉത്തരവാദിത്തപ്പെട്ട പാർലമെന്ററി പദവികൾ വഹിച്ചിരുന്ന ഒരാൾ പറയുമ്പോൾ ആ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് മൊഴി എടുത്തു കഴിഞ്ഞു എന്തായാലും. അപ്പോൾ അത് വളരെ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ അതിന് കൂട്ടുന്നത്. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പിന്നെ നാസർ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അന്നത്തെ കാലത്ത് നാസർ അത്രയും വലിയ നേതാക്കന്മാരല്ല. പിണറായി പോലും ജില്ലാ നേതാവാണ്, നമ്മൾ ഓർക്കണം. അപ്പോൾ സുധാകരൻ അത്രയും പ്രമുഖനായ നേതാവായിരുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കോളേജ് പഠിക്കുമ്പോൾ ജി സുധാകരൻ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. കെ വി ദേവദാസ് പറഞ്ഞ ആളും 2 സിൻഡിക്കേറ്റ് മെമ്പർമാരായിരുന്നു. ജി സുധാകരൻ എപ്പോഴും ഈ പരീക്ഷയുടെ ചുമതല അദ്ദേഹത്തിനായിരിക്കും. പുള്ളി ഒരു അക്കാഡമിക്കായ മനുഷ്യനാണല്ലോ. ഞങ്ങൾ പറയും ഒരിക്കലും പരീക്ഷ മാറ്റി വയ്ക്കില്ല. ലോകത്ത് എന്ത് സംഭവിച്ചാലും സുധാകരൻ സിൻഡിക്കേറ്റ് പറയും പരീക്ഷ മാറ്റി വയ്ക്കില്ല നമ്മൾ പറയാറ്. അത് സത്യമാണ്. അത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും ചിട്ടയോടുകൂടി കാര്യങ്ങൾ കേരള യൂണിവേഴ്സിറ്റി അന്നത്തെ കാലത്ത് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ നല്ല പ്രഗത്ഭന്മാരാണ് അവിടെ ഇരിക്കുന്നതല്ല. അതിൽ വളരെ പ്രധാനി തന്നെയായിരുന്നു ജി സുധാകരൻ. അദ്ദേഹം പിന്നെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ രൂപീകരിച്ച ആദ്യ ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു, MLA ആയിരുന്നു, 2 തവണ മന്ത്രിയായിരുന്നു. വളരെ പക്ഷേ ഒരു വിചിത്രമായ കാര്യം, CPM-ൽ സ്വന്തമായ അഭിപ്രായം ഉള്ളത് കൊണ്ടും അത് പരസ്യമായി പറയുന്നതുകൊണ്ടായിരിക്കാം ജി സുധാകരൻ്റെ എത്രയോ ജൂനിയറായി വന്നവർ പോലും കേന്ദ്ര കമ്മിറ്റി അംഗമായപ്പോഴും സുധാകരൻ ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഇരുന്നതേ ഉള്ളൂ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും ഉൾപ്പെടുത്തിയെന്ന് എനിക്ക് സംശയമാണ്. എനിക്ക് ഉറപ്പില്ല, ഇല്ലാന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അതൊക്കെ മോശമാണ്. ഇതാണ് പറയുന്നത്, നമ്മൾ ആ പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സൗകര്യപൂർവ്വം മറക്കണം, ചില കാര്യങ്ങൾ പറയേണ്ടിടത്ത് തന്നെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ കുറച്ച് ഒരു രീതികളുണ്ടല്ലോ. അത് അപ്പോൾ അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജി സുധാകരൻ ഒരു പക്ഷേ കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ വെളിപ്പെട്ടു. അവിടെ പിന്നെ വിളിച്ചു പറയാമല്ലോ. അതെ, ഇപ്പോൾ പാർട്ടി മര്യാദകൾ എന്തായാലും പാലിച്ചു ഇത്രയും കാലം വരെ. മാത്രമല്ല ഈ ഒരു കാര്യം പറയാതെ നേരത്തെ പറയുന്ന പോലെ തന്നെയാണ് ഇത്. മാത്രമല്ല സുധാകരൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് ബോംബുകൾ ഇനി സ്റ്റോക്ക് ഉണ്ട്, എപ്പോൾ വേണം പൊട്ടിക്കാന്ന് ഇറങ്ങി നിൽക്കുകയായിരിക്കും. അത്ര ഇവരെല്ലാവർക്കും വലിയ നേതാവായിരുന്നല്ലേ, എത്ര സീനിയർ അല്ലേ ജി സുധാകരൻ. അദ്ദേഹം സംബന്ധിച്ച് ഒരുപാട് രഹസ്യങ്ങൾ അറിയാമായിരിക്കും പാർട്ടിയുടെ. അപ്പം നേരത്തെയൊക്കെ തന്നെ നമുക്ക് അറിയാം, ഈ പല നേതാക്കന്മാരും പിന്നെ പാർട്ടി പിണങ്ങുമ്പോഴായിരിക്കും എല്ലാം വിളിച്ചു പറഞ്ഞു. MP രാഘവൻ അന്ന് ഇങ്ങനെ ഒരു നിരന്തര പരമ്പര നടത്തുമായിരുന്നു. അദ്ദേഹത്തിന് ആർക്കും നേരിടാൻ പറ്റും. കാരണം MP രാഘവൻ CPM-ൽ അത്രയും അതിശക്തനായ നേതാവായിരുന്നു. അതുകൊണ്ട് ഒരുതപ്പെട്ട എല്ലാ പാർട്ടി രഹസ്യങ്ങളും അത്ര നേതാക്കന്മാരെ സ്വകാര്യ ജീവിതം അദ്ദേഹം നന്നായിട്ട് അറിയാമായിരുന്നു. അത് നിയമസഭയിൽ MP രാഘവനെ ഇതുപോലെ ഓരോരുത്തരും വിമർശിക്കാൻ ഇറങ്ങുമ്പം കൃത്യം വിളിച്ച് പറയുമായിരുന്നു നിയമസഭയിൽ. തിരിച്ച് നേതാവിൻ്റെ ചരിത്രവും പൈസ വിരിച്ചതും ഒക്കെ കഥ വിളിച്ച് പറയും. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ പേടിച്ച് ആരും MP രാഘവൻ നേരെ വിമർശിക്കില്ലായിരുന്നു. കാരണം ഈ MP രാഘവനെ ഒതുക്കുക എന്നുള്ളത് ഇപ്പോൾ ജി സുധാകരൻ്റെ അടുത്ത് കാണിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പാർട്ടിയാണെന്ന് കാണിച്ചത്. കാരണം MP രാഘവൻ പാർട്ടിയേക്കാളും മുകളിലായി വളരുന്നു എന്ന് അവർക്ക് തോന്നി. അത് സത്യമാണ്. MP രാഘവൻ ഒരു വലിയ ശക്തിയാണ്. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് MP രാഘവൻ ഭയങ്കര നേതാവ്. MP രാഘവൻ പ്രസംഗിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ജനക്കൂട്ടമാണ് MP രാഘവൻ്റെ പ്രസംഗമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അതിശക്തനായ ഒരു നേതാവിനെ മാർക്സ്വാദിയെ സംബന്ധിച്ച് അവർക്ക് MP രാഘവനെ ഗൗരിയമ്മയൊന്നും അവർക്ക് ഈ പുറത്താക്കാനോ നടപടിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള പാർട്ടിയല്ല. ഇപ്പോൾ ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇനി പ്രത്യേക നടപടി എടുക്കേണ്ട കാര്യമില്ല. അറിയാം, അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് പാർട്ടിയായിട്ട് രണ്ടായി നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഇപ്പം പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മൾ സുധാകരന്മാരുടെ ഒരു സുധാകരൻ്റെ കാര്യം പറയും, അവിടെ നിൽക്കട്ടെ, ഒരു സുധാകരനായി നമുക്ക് അടുത്ത സുധാകരൻ്റെ കാര്യം എടുക്കാം. അപ്പം അടുത്ത സുധാകരൻ അതും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രീതി വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു അഭിമുഖത്തിൽ, ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ തൻ്റെ അതൃപ്തി മൊത്തം കെ സുധാകരൻ തൻ്റെ അതൃപ്തി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് തന്നെ മാറ്റിയെന്നത് അറിയില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാറ്റിക്കൂടെ എന്ന രീതിയെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല KC വേണുഗോപാലനോടുള്ള ഒരു എതിർപ്പ് അദ്ദേഹത്തിന് പറയാതെ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ വ്യക്തമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. നമുക്ക് നേരത്തെ തന്നെ ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ കെ സുധാകരൻ അത്ര തൃപ്തനായിട്ടല്ല തന്റെ സ്ഥാനത്ത് നിന്ന്. മോശമാണത്, അത് മോശമാണ്. കാരണം സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പിണറായി ഇറക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്. പക്ഷേ അതിന് അദ്ദേഹത്തെ അനങ്ങായവർ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, സുധാകരൻ വന്നപ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം സുധാകരനെ പോലെ അതിശക്തനായ കരുത്തനായ ഒരു നേതാവാണ്, തൻ്റെ അടിയാണ്. പറഞ്ഞ വാക്ക്, കോൺഗ്രസ്സിൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന 1-2 പേര് ഒരാൾ സുധാകരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ സുധാകരനെ പോലും ഈ പാരാവാരത്തിൽപ്പെട്ട് തലകൂരാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ നമ്മൾ പലവിധ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു കേരളക്കാരെ ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിൽ ബാധിക്കാത്തത്, ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത അന്ന് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പഹൽഗാം ആക്രമണവും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ നമ്മുടെ ചാനലുകൾ മുഴുകിയതിന് പിന്നാലെയായിരുന്നു ഈ ഒരു പ്രഖ്യാപനം വന്നത്, KPCC അധ്യക്ഷ പ്രഖ്യാപനം. നമ്മൾ കൂടിപ്പോയി ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് നേരം, അരമണിക്കൂറിൽ ഒരു 5-10 മിനിറ്റ് മാത്രം മാറ്റിവെക്കി ബാക്കിയെല്ലാം യുദ്ധത്തിന് വേണ്ടി ചിലവാക്കി. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല വിചാരിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് പറയാം. അവർ വിചാരിച്ചത് തന്നെ വലിയൊരു ഓളം ഉണ്ടാക്കാൻ പാടില്ല, ഹൈക്കമാൻഡുമായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളൊന്നും ഇതിനകത്ത് വരാൻ പാടില്ല,
അവരുടെ ഇടപെടലുകളൊന്നും വരാൻ പറ്റില്ല. അത് ഏകദേശം വ്യക്തമായിട്ട് തന്നെ നടക്കുകയും ചെയ്തു. ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. പക്ഷേ അതിൻ്റെ അലയൊലികൾ തന്നെ ഇപ്പോഴാണ് വീണ്ടും വരുന്നത്. ഇപ്പം സുധാകരൻ തൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സ് തുറന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളും അതല്ല ശരത്ത്, ഞാൻ ആലോചിക്കായിരുന്നു ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഈ സംഭവം നടക്കുമ്പോൾ ആലോചിക്കായിരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ KPC പ്രസിഡന്റുമാരായിരുന്ന പലരും വേദനയോടുകൂടിയാണ് ആ കസേരയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുള്ളത്. അത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതാണ്. കാരണം അങ്ങനെ അല്ല. ഇപ്പം തെന്നല ബാലകൃഷ്ണപിള്ള അദ്ദേഹം പരമസ്വാത്വികനായ ഒരു മനുഷ്യൻ, അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച് വന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരുപാട് സ്വത്തുക്കളൊക്കെ പാർട്ടിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ ഒരാളെ കൂടിയാണ്. വളരെ ത്യാഗതനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. KPC പ്രസിഡന്റായിരുന്നപ്പോൾ 2001 കോൺഗ്രസിന് അന്തം വിട്ട ഭൂരിപക്ഷം നേക്കാണ് മുഖ്യമന്ത്രിയായത്. പക്ഷേ ആദ്യം ചെയ്തത് എന്താണ്? തെന്നലെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, മുരളീധരനെ പ്രസിഡന്റാക്കി. അതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമായിരുന്നത് സംശയമാണ്, വൃത്തികേടാണ്. കാരണം ആരനെ മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ തെന്നലെ ഇറക്കി വിടണമെന്ന് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. നല്ല മനുഷ്യൻ, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം ഇറങ്ങിപ്പോയി. പകരം മുരളീധരനെ ആക്കി. പക്ഷേ മുരളീധരന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കഷ്ടാളത്തിലേക്കായിരുന്നു. അവിടെ നിന്ന് മന്ത്രിയാവാൻ വേണ്ടി പോയി. നിയമസഭാ ബൈലക്ഷൻ തോറ്റു. കേരളത്തിൽ ആദ്യമായിട്ട് ഉപകാരത്തിൽ നോക്കുന്ന മന്ത്രി എന്നുള്ള പദവിയും മുരളീധരന് കിട്ടി. പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നു, അതിൻ്റെ ഗ്രാഫ് താഴ്ന്നു. പിന്നെ തിരിച്ച് കോൺഗ്രസ് വരെ അവരുടെ സമയമെടുത്ത്. VM സുധീരൻ അദ്ദേഹത്തെ പോലെ ഒത്തിരി മിടുക്കനായ ജനസമ്മതിയുള്ള നേതാവ്, അദ്ദേഹത്തിന് അവസാനം വളരെ വിഷമത്തിലിറങ്ങി പോകേണ്ടത് അവിടെ നിന്ന്. അതുപോലെ ഹസൻ താൽക്കാലികമാണ്, അതിന് പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ വികാരപരിതന. അദ്ദേഹം പിരിയാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞില്ല പല കാര്യങ്ങളും. കാരണം അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് അദ്ദേഹം വിജയത്തിലേക്ക് നയിച്ച ആളാണ്. അതിന് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉത്തരവാദിത്തം അങ്ങനെ തലയിൽ വെച്ചു. 19 സീറ്റുകൾ നേടി. ഇപ്പോൾ കുഴപ്പമില്ല, അത് മുല്ലപ്പള്ളിയല്ല, ഞങ്ങളാണ് നേടിയെന്നത്. തോറ്റു കഴിഞ്ഞ തലയിലേക്ക്. അപ്പോൾ അന്ന് മുല്ലപ്പള്ളി വന്നൊരു കാര്യമുണ്ട്. ഈ വിജയത്തിന് ഒരുപാട് രക്ഷാതാക്കൾ വരും, പക്ഷേ പരാജയം ഓർഫനാണ്, അനാഥനാണെന്ന് സത്യമാണ്. അത് ചൊല്ലുണ്ട്. കാരണം ഈ കോൺഗ്രസ്സിൽ ഇന്നും സത്യസന്ധതയും ആദർശമൊക്കെ തന്നെ ജീവിതത്തിൽ ഇന്നും പുലർത്തുന്ന അപൂർവം 2-3 നേതാക്കന്മാരാളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അങ്ങനെ ഇറങ്ങി അദ്ദേഹത്തിന് വേദന ഇറങ്ങി പോകേണ്ടി വന്നു. VM സുധീരൻ ഇറങ്ങി പോകേണ്ടി വന്നു. ഇപ്പോൾ ഇതാ സുധാകരൻ ഇറങ്ങി പോകുന്നത്. സത്യത്തിൽ ഇവർക്ക് ചെയ്യാമായിരുന്നത് ഒരു വർഷം കൂടെ സമയം, ഒരു വർഷമല്ലേ ഉള്ളൂ നിയമസഭാ ഇലക്ഷന്, ഒറ്റ വർഷമേ ഉള്ളൂ. ആ ഒരു വർഷം കൂടെ കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ, 2 സുപ്രധാന തെരഞ്ഞെടുപ്പുകളാണ്. അല്ല, ഈ കോൺഗ്രസ് അംഗന്മാർ ചിന്തിക്കേണ്ടത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ, അത് ഭരണം കിട്ടാൻ പോകണില്ല എന്തായാലും, അത് ഉറപ്പായി. പക്ഷേ ഈ പഞ്ചായത്തിൽ നിന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഈ സാധാരണക്കാരായ പ്രവർത്തകർക്ക് എന്തെങ്കിലും അതിൻ്റെ ജീവിതത്തിൽ സ്ഥാനം കിട്ടും. അല്ല, പഞ്ചായത്ത് മെമ്പർ, കോർപ്പറേഷൻ കൗൺസിലർ, മുനിസിപ്പൽ ചെയർമാനൊക്കെ ആവാൻ ഒരു അവസരം കിട്ടുന്ന അതാണ്. അതിനെയും കൂടെ ഇല്ലാതാക്കാനാണ് ഇവരെല്ലാം കൂടെ പറഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ഹൈക്കമാൻഡ് ഇരിക്കുന്ന കക്ഷിയൊക്കെ കേരളം ഒന്ന് ചുക്ക എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ ദീപാദാസ് മുനിഷി അവരെ പച്ചവെള്ളം അവിടെ വട്ടപൂജയാണോ, നിയമസഭയിലില്ല, പാർലമെന്റിലോ ഒന്നുമില്ല. ഇവിടെ പഠിപ്പിക്കാൻ വരെയാണ് ആളത്. ഇവിടത്തെ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇതുപോലെ തന്നെ എന്താ പറയുക, ക്ഷണിതാവ് അല്ലെങ്കിൽ ഒരു ഉപദേശക സമിതി എന്നുള്ള രീതിയിൽ ഏൽപ്പിക്കുന്ന ഒരു ബാധ്യത. അല്ല, ഞാൻ പറയട്ടെ, പണ്ട് കേരളത്തിൽ ഇതിന്റെ ചുമതല ഉണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി ആരാണ്? ഗുലാം നബി ആസാദ്, കാർപ്പയ GK മൂപ്പനാർ തുടങ്ങിയ ആദ്യ പ്രഗത്ഭന്മാരാണ്. അവരൊക്കെ അറിയാം കേരളത്തിലെ ഓരോ ജില്ലയിലെ നേതാവ് ആരാണെന്ന്, അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ള. തമിഴ്നാടുകാരനായ മൂപ്പനാർക്കാണെങ്കിലും കാശ്മീരുകാരനായ ഗുലാം നബി ആസാദിനെ കൃത്യമായിട്ട് അറിയാം. അവരത് ഭംഗിയായി അവരിത് നടപ്പിലാക്കുമായിരുന്നു. ദീപദാസ് മനുഷ്യക്ക് എന്തറിയാം, ഇവിടുത്തെ ആരെങ്കിലും കണ്ട KPC പ്രസിഡന്റ് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ ഇവിടെ നോക്കിയും വെട്ടിത്തുറന്ന അഭിപ്രായം പറഞ്ഞ ഒരാളാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ സുധാകരൻ എന്നൊരാൾ പാർട്ടി വിട്ടത് പോയിരിക്കട്ടെ, പൗലായിരിക്കാം, ഉത്തര മലബാറിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇവർക്ക് ജയിക്കുന്ന പോയിട്ട് വോട്ട് ചെയ്യുന്ന ആടി 4 വഴിക്കുന്നുണ്ട്. സുധാകരൻ എന്ന ഒരാൾ അവിടെ ഒരു വലിയ ഒരു മതിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇവർ പലരും ആരോഗ്യത്തോടെ ജീവിച്ചു പോകുന്നത്. എല്ലാ കാലത്തും നമുക്കിപ്പോൾ എടുത്തു കാണിക്കാൻ വേണ്ടി ഇപ്പം മുരളീധരൻ പറഞ്ഞ പോലെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാളെങ്കിലും വേണം മിനിമം. നേരത്തെ ആണെങ്കിൽ നമുക്കൊരു ഇപ്പോൾ പറയുന്ന പോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മൻചാണ്ടിയുണ്ട്, ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കർ എന്നെല്ലാം കാണിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, ഒരു അത്രയും ഇമേജ് ഉള്ള ഒരാളുണ്ട്. AK ആന്റണി അങ്ങനെയാണെന്ന് പറയാം, K കരുണാകരൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആയിരുന്നുള്ള ചോദ്യത്തിന് പിന്നെ സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഉത്തരമായിരുന്നു K സുധാകരൻ എന്നത്. അപ്പം അതിനുശേഷം വീണ്ടും അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരക്കാരല്ല, ഇനി നേരത്തെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പറഞ്ഞ പോലെ യുവജനങ്ങളെ പരമാവധി കൊണ്ടുവരിക. അപ്പോൾ യുവജനങ്ങളെ അവർ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പം ഈ കോൺഗ്രസിലെ യുവജനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്, വിജയം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം അത് തെളിവ് സഹിതം കണ്ടതാണ്. അപ്പോൾ അത് തന്നെ അവർക്കൊരു അർഹിച്ച സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇനി നാളെയുടെ കൈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മാറ്റം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ കാലത്തും. ഇപ്പോൾ നേരത്തെ പറയാം, അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ്, ആ ഒരു ചട്ടക്കൂടിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കത്തിൽ തന്നെ പോവുക എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എപ്പോഴും പറയും. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പാർട്ടിയിൽ ഒരു
ചേഞ്ച് ആവശ്യപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് നേതാക്കന്മാർ ഈ വൃത്തിയായിട്ട് കുരുത്തിരിപ്പൊക്കെ പറയുമ്പോൾ ഇവർ പറഞ്ഞൊരു മറുപടി ഇത് കോൺഗ്രസ് അല്ലേടെ ഇവിടെ ഇത് ഇങ്ങനെ നടക്കും ഇതിങ്ങനെ പോകുള്ളതാണ്. അതല്ലാതെ ഇത് അങ്ങനെയല്ല, നമുക്കിതിനെ മാറ്റി മറിക്കണം, നമുക്ക് ഒരു പുതിയൊരു തലത്തിലേക്ക് ഉയർത്തണമെന്ന് ചിന്തിക്കില്ല. കാരണം നേതാക്കന്മാരെ സംബന്ധിച്ച് ഒരു സീറ്റ് കിട്ടിയപ്പോൾ അവൻ്റെ തറവാട്ട് പോലെയാണ്, ജയിച്ചു പോയപ്പോൾ കെട്ടാലമാണ്. പിന്നെ ആ കെട്ടിപ്പിടിക്കും. പിന്നെ ഒരു 80 വയസ്സ് വരെയെങ്കിലും ആവറേജ്. പിന്നെ കസേരയിരുന്ന് മരിച്ചു പോവുകയോ ഇനി എണീറ്റ് ജയിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയോ ചെയ്താൽ മക്കളെ ആരെങ്കിലും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും. അതാണ് രീതി, പാരമ്പര്യമാണ്. പിന്നെ അപ്പോൾ അല്ലാത്ത ഇവിടെ നമ്മൾ അവസ്ഥ ആലോചിച്ച് നോക്ക്, ഓരോ സ്ഥലങ്ങളിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ CPM വായിക്കുന്ന ഇടിയുടെ കണക്ക് കൈ ഉണ്ടല്ലോ, പോലീസിന്റെ ലാത്തി ചാർജ്. പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് ഇപ്പോഴത്തെ പല ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കുറച്ച് പേർക്ക് യുവജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ സമരം വിളിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ അതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇത്രയും വലിയ ജനവിരുദ്ധ നയങ്ങൾ എടുത്തിട്ട് പോലും ഒന്ന് പ്രതിഷേധിക്കാൻ പോലും റോഡുകളിൽ ഇപ്പൊ ആളെ കെട്ടാനില്ലാത്ത അവസ്ഥയാണ്. അതെ, നാളെ ആരുണ്ട് രക്ഷിക്കാൻ? ആരുണ്ട്? ഈ അടി കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് കിട്ടില്ല. കാരണം നേരത്തെ ചേട്ടൻ പറയുന്ന പോലെ തന്നെ ഇപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും മക്കളോ മരുമക്കളോ ഒരു ഇമേജ്, ഒരു രാഷ്ട്രീയ എൻട്രി വരുന്നത്. അവർക്ക് സുഖമായിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് സുഖമായിട്ട് കേക്ക് വാക്ക് പോലെ അങ്ങ് നടന്ന് സ്മൂത്ത് എൻട്രി കിട്ടും അവർക്ക്. പക്ഷെ അതുപോലെ ഈ ഇത്രയും കാലം പഠനം, ഇപ്പം നേരത്തെ പറയാം, ഇപ്പം യുവജന പ്രസ്ഥാനത്തിലൂടെ വന്ന അല്ലെങ്കിൽ ഇപ്പം വിദ്യാഭ്യാസ സമയത്ത് തന്നെ ഈ പാർട്ടിയിൽ കയറി KSUവിന് വേണ്ടി പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെ ഓരോ കേസിന് വന്നവരൊക്കെ ലാസ്റ്റ് മണ്ടന്മാരായിട്ട് തിരിച്ചു പോകുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാനില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി എവിടെ കൃത്യമായിട്ട് ഇറങ്ങണം, ഏത് രീതിയിൽ പോയാൽ മാത്രം നമുക്കെന്ത് കിട്ടും. അതുകൊണ്ട് നോക്കാം, വ്യക്തിപരമായിട്ട് നമുക്കും കൂടെ ഒരു നേട്ടം വേണമല്ലോ. എല്ലാവരും അങ്ങനെയല്ലേ നോക്കണം. കാരണം ഇവരെ വീട്ടിൽ ആരും ഒന്നും കൊണ്ടുകൊടുക്കാൻ പോകുന്നില്ല ഈ പാർട്ടിക്കാരന്മാരൊന്നും. രംഗത്ത് ഇറങ്ങുന്ന എല്ലാവരും ലക്ഷ്യമൊക്കെ, അല്ലാതെ ഗാന്ധിയെ പോലെ ഒന്നും പ്രവർത്തിക്കാൻ എല്ലാവർക്കും പറ്റില്ല. എല്ലാവർക്കും എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതുപോലും സാധിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ച MG കണ്ണൻ അടുവല്ലേ, നമുക്ക് അറിയാം, അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിച്ച മനുഷ്യനാണ്. പാവം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷനിൽ ഇപ്പോൾ തലയ്ക്ക് അടിയേറ്റത് ഒരു അന്നേ അടി കിട്ടിയതൊക്കെ അദ്ദേഹത്തിന് ഭാവിയിൽ അദ്ദേഹത്തിന് വളർത്തി ചെറുപ്പത്തിലെ മരിച്ചു പോകാൻ കാരണങ്ങളിലൊന്ന് ക്രൂരമായി പോലീസ് മർദ്ദനമൊക്കെ ചിലപ്പോൾ ആയിരുന്നിരിക്കും. ഏതായാലും കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു എന്നുള്ളത് അത് ഭാവിയിലുള്ളവർ കൊടുക്കണമെന്ന് പറയുന്നത്. കൊടുത്തത് അത് പറഞ്ഞ സുധാകരനായതുകൊണ്ട് പാർട്ടി കൊടുത്തില്ലെങ്കിൽ സുധാകരനെങ്കിലും എവിടെന്നെങ്കിലും വാങ്ങിച്ച് കൊടുക്കും. പക്ഷേ ഇനി ബാക്കിയുള്ളത് അവർ വീട്ടുകാർ പ്രതീക്ഷിക്കേണ്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സ്മാരകം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ ആരെങ്കിലും ഇറങ്ങിയാൽ അത് വീട്ടുകാരെങ്കിലും അത് അക്കാര്യത്തിന് വിലക്കണം. കാരണം സ്മാരകം ഉണ്ടാവുകയില്ല, നേതാക്കന്മാരെ വീടുകളിൽ അതിൻ്റെ സ്മാരകം വരും, അത്രയേ ഉള്ളൂ. ഈ കോൺഗ്രസ്സിൽ നേതാവിന്റെ ഒരു സ്മാരകം പിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെയായിരുന്നല്ലോ ഈ KPCC അധ്യക്ഷൻ MM ഹസൻ ഉണ്ടായിരുന്ന സമയത്ത് 1000 വീടുകളെന്ന് നിർമ്മിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ. പ്രളയം വന്നപ്പോഴാണോ ഓക്കെ വന്നപ്പോഴോ എന്തോ അങ്ങനെ പറഞ്ഞിരുന്നു. അത് കൊടുത്തോ ഇല്ലയെന്ന് അറിയില്ല. അതിനുവേണ്ടി 5 കോടി രൂപ മാറ്റി പ്രഖ്യാപിച്ചോടും ചോദിക്കാൻ പറയാം, എനിക്കറിയില്ല. ഇറങ്ങുമ്പോൾ ഒരു പ്രഖ്യാപിച്ചു, അതാണ് ഇവിടെ പ്രശ്നം. അത് പൂർണ്ണതയിലെത്തില്ലല്ലോ പ്രഖ്യാപനങ്ങൾ. കോൺഗ്രസിൽ ഈ സ്മാരകം ഉണ്ടാക്കുന്ന പണ്ട് വൻ കൊയ്ത്തായിരുന്നു നേതാക്കന്മാർക്ക്. ഞാൻ നേതാവായി മരിച്ചേ പറ്റുന്ന രാജ്മോഹൻ സ്മാരകം എന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഇറങ്ങി രാവിലെ. എന്നിട്ട് ഇവന്മാർ കൊണ്ടുപോയി പൈസ അത്രയും വീട്ടിൽ കൊണ്ടുപോകും, സ്മാരകം ഉണ്ടാക്കില്ല. എത്ര നേതാക്കന്മാരെ CM സ്റ്റീവനൊക്കെ പോലെയുള്ള വളരെ ആദരണീയർക്ക് സ്മാരകമൊന്നും ഇല്ല. പക്ഷേ K കരുണാകരനൊക്കെ അക്കാര്യത്തിൽ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന് അറിയാമല്ലോ, ജീവിച്ചിരുന്ന തന്നെ സ്മാരകം ഉണ്ടാക്കി വെച്ചു. തൃശ്ശൂർ DCC ഓഫീസിന് K കരുണാകരൻ സപ്തതി സ്മാരക മന്ദിരം, തിരുവനന്തപുരത്തെ NGO അസോസിയേഷൻ്റെ ഹെഡ് ഓഫീസിന് K കരുണാകരൻ സപ്തതി സ്മാരക NGO അസോസിയേഷൻ ഹാളാക്കി. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചോളുക, കൊല്ലത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടക്കുന്നതിന് തൊട്ട് മുമ്പേ അവിടെ ഒരു അർബൻ ബാങ്ക് ഉണ്ട്. അർബൻ ബാങ്കിൻ്റെ മുകളിൽ വലിയ ബോർഡ് കാണാം, CV പത്മനാഭൻ സപ്തതി സ്മാരക ഓഡിറ്റോറിയം. അവർക്കെല്ലാം അറിയാം, ജീവിച്ചിരിക്കുമ്പോൾ സ്മാരകം ഉണ്ടാക്കി വെച്ചാൽ ഉണ്ട്. അതല്ലെങ്കിൽ പുട്ടടിക്കുന്ന കാര്യം ഉറപ്പല്ലേ? അല്ല, അതാണ് പറയുന്നത്, നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. K സുധാകരനും അങ്ങനെയാണെന്ന് ഒരു പരിധി വരെ നമ്മളെപ്പോഴും ഒരു സെൽഫ് ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയാൽ മാത്രമേ അതിന് നടക്കുള്ളൂ. മറ്റാരും വന്ന് ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും നമ്മളെ രാജാവാക്കാനൊന്നും. അവരൊക്കെ മരണം നടന്നപ്പോഴേ അവരെ ചേർത്ത് പിടിച്ച് അവരെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സുധാകരനെ പോലെ ആൾ ഇല്ലായിരുന്ന കൃത്യം കൂടെ. അല്ലെങ്കിൽ ഇതൊക്കെ ആരും ഓർക്കാൻ പോണത് ഇവരെയൊക്കെ ഈ കോൺഗ്രസ്സിൽ ആരെങ്കിലും ഓർക്കും? ഈ പാവങ്ങളെയൊക്കെ വെട്ടുകൊണ്ട് വരച്ചവരെയൊക്കെ പോയി മണയും മറുപടി ചാടയും കൂടെ ചെയ്യും. മനസ്സിലായി, ചെയ്ത് നല്ല കാര്യം എന്ന് പറയാം. വളർന്നു വരുന്ന ഒരുത്തരാണ്. ഈ വളർന്നു വരുന്നതിന് ഇല്ലാതാക്കുക എന്നുള്ളത് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ്. അതെ, ഇതിനകത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു കോൺഗ്രസ് അംഗമാണെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. ഇതിനകത്ത് പ്രവർത്തിച്ച് കിടന്ന് പഴുത്തഴുകി ഒരു 40 വയസ്സിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരിക്കും, പ്രസിഡന്റൊക്കെ ആയിരിക്കും 40 ദിവസം കഴിക്കാനും യൂത്ത്. ഇപ്പം പിന്നെ ഒരു സ്കോപ്പ് ഉണ്ട് ശരത്തെ, CPM മാറിയാൽ മതി. അധികാരമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്ഥാനം കിട്ടും, ഒരു കമ്മിറ്റി ഏതെങ്കിലും ഒരു ചെയർമാൻ സ്ഥാനം, ചെറിയ സ്ഥാനമൊക്കെ ആയിരിക്കും. എന്നാലും ഒരു സർക്കാരിൻ്റെ ഒരു കാറും ഒരു സംവിധാനമൊക്കെ കിട്ടി അവൻ അതിലോട്ടൊക്കെ പോകാം. ഇനിയുള്ള കോൺഗ്രസ്സുകാർ പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നല്ല പദവികളൊക്കെ എത്തുക, CPMലേക്ക് മാറുക, അവിടെ എന്തെങ്കിലും സ്ഥാനം കിട്ടി പറയും. അതല്ലാതെ ഇവിടെ നിന്ന് സ്ഥാനവും കിട്ടിയിട്ട് അവർക്ക് ഭാവിയിൽ ഏതെങ്കിലും ജീവിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കും, നടക്കില്ല. അല്ലെങ്കിൽ വേറെ നല്ല തൊഴിൽ നോക്കണം. അല്ല ഈ പലരും അഡ്വ എന്ന പേരിന് മുമ്പ് വെച്ചിട്ടുള്ള ആ പണി പ്രൈസ് ഫോർ ടൈം പോലും അറിയാൻ പാടില്ലാത്തവരാണ് പലരും. അപ്പോൾ അതിനേക്കാളും ഏതെങ്കിലും ഒരു പണി കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് ശ്രദ്ധിച്ച് അങ്ങ് പോകുക. ഈ പാവം ഈ MG കണ്ണൻ അദ്ദേഹം പത്ര വിതരണം നടത്തുമായിരുന്ന ആളെന്നാണ് അറിഞ്ഞിരുന്നത്. അത് സ്വന്തമായിട്ടൊരു ജോലി ചെയ്ത് ജീവിച്ചിരുന്നൊരു പാവം മനുഷ്യനാണ്. അപ്പോൾ അതുപോലുള്ളവർ ഇന്നും കോൺഗ്രസ്സിൽ ഉണ്ട് എന്നുള്ള കാര്യം
ഈ മഹാന്മാരെ ഓർക്കുന്നതുമില്ല. ഇതുപോലെ ഈ സന്ദർഭത്തിലാണ് നമ്മൾ തരൂരിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റും. തരൂരിനെ ഇപ്പം നിരന്തരമായി ഒറ്റപ്പെടുത്താൻ നോക്കി. തരൂർ എന്തോ കേന്ദ്ര സർക്കാരിന് അനുകൂല പ്രസ്ഥാനം നടത്തുന്നൊക്കെ പറഞ്ഞാൽ അതിന് നയം വ്യക്തമാക്കി. ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം വരുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഈ രാജ്യത്തെ നമ്മൾ പിന്തുണയ്ക്കണം. അന്ന് ആരാണ് കേന്ദ്രം ഭരിക്കുന്നത്? ഇവരാരെങ്കിലും പിന്നെ ഈ നമ്മൾ പാകിസ്ഥാനായിട്ട് ഏറ്റുമുട്ടൽ ഇന്ത്യ മോശമാണ് ആരെങ്കിലും പറഞ്ഞേ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആരും പറഞ്ഞില്ല. തരൂരത് പറഞ്ഞു. അല്ല, പറയണം. നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും നല്ലൊരു കാര്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് മഹാമനുഷ്യൻ്റെ ലക്ഷണമാണ്. ഇപ്പോഴൊരു കീഴ്വഴക്കം പോലെയാണ്. കാരണം നമ്മൾ ഒന്ന് തീരുമാനിക്കും, അതനുസരിച്ച് നമ്മളങ്ങനെ കേട്ടോണ്ടിരിക്കണം അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. തരൂരിന് അദ്ദേഹത്തിന് അതൊരു വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം പഠിച്ച കോൺഗ്രസ് ആയിരിക്കില്ല ഇവരുടെ ഒരു കോൺഗ്രസിന് എല്ലാം എന്നും പറയുന്നില്ല. അതിനകത്ത് ഇപ്പം നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെ ആശയത്തെ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം, ഇന്ത്യക്കാരൻ തന്നെ നമ്മൾ ഒന്നായിരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആ സമയം നമ്മളന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഈ വൈകാരിക നിമിഷങ്ങളിൽ നമ്മളെപ്പോഴും രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. അല്ലാണ്ട് ആ സമയത്ത് നമ്മൾ പിന്നെ ഇതൊക്കെ ചോദിക്കാതെ എന്ത് മണ്ടത്തിലൊന്നും വെച്ചു. കാരണം നമുക്ക് വേണ്ടി അതിർത്തിയിൽ ജവാന്മാർ ഇത്തരത്തിൽ വീരമൃത്യു വരിച്ചു അല്ലെങ്കിൽ ഇത്രയും പോരാടുമ്പോൾ ത്യാഗം സഹിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പിന്നെ ഇതിന്റെ കണക്ക് എത്രയാണ്, ഇതിന് എത്ര പേര് അങ്ങോട്ട് അയച്ചു, എത്ര യുദ്ധവിമാനങ്ങൾ അയച്ചു, ഇതൊക്കെ ചോദിക്കുന്നത് എന്ത് മണ്ടത്തിലാണ്. ഇതൊക്കെ സൈനിക രഹസ്യങ്ങളായിരിക്കും, നയതന്ത്ര രഹസ്യങ്ങളായിരിക്കും. അതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. തരൂര് ഇവരെ പോലെയല്ല, തരൂർ ലോകം കണ്ട ആളാണല്ലോ, വിശ്വപൗരനാണ്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരാളാണ്. അദ്ദേഹം പക്ഷേ കുറച്ച് നാളായ കോൺഗ്രസ് വന്നിട്ടെങ്കിൽ പോലും വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാവുകയും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ധൈര്യം കാണിച്ച ആളാണ്. അവിടെയൊക്കെയാണ് അമേരിക്ക നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവരെല്ലാവരും ഒത്തൊരുമയോടെ അവർ നിൽക്കും. ഇപ്പം പലവിധ ഇപ്പം എന്താ പറയുക, ട്രംപിനെതിരെ ഇപ്പം ജനവികാരം ഉണ്ടെങ്കിൽ പോലും അവരുടെ രാജ്യത്തിന് വേണ്ടി എന്താണോ അവർ ആ ഒരു ഭരണകൂടത്തിനോടൊപ്പം നിൽക്കും, ഒരുമിച്ച് നിൽക്കും. പ്രതിപക്ഷം എല്ലാം നിൽക്കും. തരൂർ എന്ന് പറഞ്ഞു ഇവരെല്ലാം പറയും ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യം എത്ര വർഷം മുമ്പ് നമ്മളോടൊപ്പം ഇല്ല. അവർ ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തരൂർ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ കാലമല്ല ഇന്ന്. ഇന്ദിരാഗാന്ധി ചെയ്ത് മഹത്തായ കാര്യം തന്നെയാണ്. തീർച്ചയായും കാലം മാറി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്നെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പലപ്പോഴും വിദേശ സഹായമൊക്കെ സ്വീകരിച്ചിരുന്ന അങ്ങനെയൊക്കെ ഉള്ളത് ഇന്ന് അങ്ങനെ ഒന്നുമല്ല. നമ്മൾ വൻ കാശുകാരാണ്, നമ്മൾ വലിയ സംഭവമാണ് ഇന്നിപ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇവരിപ്പോഴും ഈ കോൺഗ്രസ്സുകാരുടെ പലരുടെയും കുഴപ്പം ഇവരെപ്പോഴോ ഉള്ള ഈ പഴയ കാലത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് യുവതലമുറയിൽപ്പെട്ട ആളുകളെ പാർട്ടിയിലെ തെപ്പം കിട്ടാതെ പോകുന്നത്. എല്ലാ നാട്ടിലെടുത്ത് കോൺഗ്രസ് സമ്മേളനം എടുത്ത് നോക്കുക, എല്ലാ കുറേ കളവന്മാരെയൊക്കെ നിരന്നിരിക്കുന്നത്. മനസ്സിലായി? ഈ നേതാക്കന്മാരെല്ലാം തലയിൽ ഈ നമ്മുടെ ഹെയർ ഡൈ കൊണ്ടുവരുന്ന സാധനം ഒഴിഞ്ഞ് എന്നൊരു സാധനം ഇല്ലെങ്കിൽ ഈ നേതാക്കന്മാർ പലരും വന്ധ്യവയോധികന്മാരെ നമ്മുടെ മുന്നിൽ നിൽക്കും. ആ കൂട്ടത്തിൽ തരൂരിനെ പോലെ വളരെ ഊർജ്ജസ്വലനായ എന്തൊരു പവറാണ് തരൂരിനെ. തരൂർ ഏതെങ്കിലും പരിപാടിക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് ചെറുപ്പക്കാർ ഓടിക്കൂടും സെൽഫി എടുക്കാനും പിന്നെ അതിനൊപ്പം നിന്നാലും പരിചയപ്പെടാനും ഒക്കെ തന്നെ. ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ 4 ചെറുപ്പക്കാർ കൂടി നടത്തിയെന്ന് നിന്നാലേ ആരെങ്കിലും തിരിഞ്ഞു നോക്കുക അവരെ. അതുകൊണ്ട് തന്നെ 2009 മുതൽ തിരുവനന്തപുരത്തിന് എം പി ആയിട്ട് മാറാണ്. തിരുവനന്തപുരം മണ്ഡലം എന്ന് അങ്ങറ്റ ഇന്ത്യയിലെ പ്രബുദ്ധമായ മണ്ഡലങ്ങളിലൊന്നാണ്. ബി കെ കൃഷ്ണമേനോനെയൊക്കെ പോലെയുള്ള മഹാരഥന്മാരെ ജയിപ്പിച്ച സ്ഥലമാണ് അത്. ബി കെ കൃഷ്ണമേനോൻ മലയാളിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് നേരെ മലയാളം പറയാൻ പോലും അറിഞ്ഞുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇന്ത്യക്ക് പുറത്താണ് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പുറത്ത് കേരളത്തിന് പുറത്താണ് ജീവിതത്തിൻ്റെ വലിയൊരു സമയം ചിലവട്ടെ. എന്നിട്ട് പോലും അദ്ദേഹം ഇവിടെ ഒന്ന് മത്സരിച്ചപ്പോൾ ആൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അല്ല, അതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ അന്ന് മുതൽ ഇന്ന് പ്രവൃത്തി കൊണ്ടാണ്. കൃഷ്ണമേനോൻ നമ്മുടെ അഭിമാനമാണ്. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ 8 മണിക്കൂറാണ് തുടർച്ചയായി പ്രസംഗിച്ചത് ഇന്ത്യക്ക് വേണ്ടി, 8-9 മണിക്കൂർ. അങ്ങനെയുള്ള ഒരാളിനെ കൊണ്ടുവരും. മാത്രമല്ല അദ്ദേഹം അതിപ്രഗത്ഭനായ ഒരാൾ, തരൂരിൻ്റെ ഒരു എന്താണ് മുൻഗാമി എന്ന് പറയാനുള്ള ഒരാളാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഇവരൊന്നും വേണ്ട എന്നുള്ളതാണ് അവസ്ഥ. ഇത് പറഞ്ഞ പോലത്തെ ഈ ഗ്രൂപ്പ് കളിക്കാൻ സുധാകരനെ ആവശ്യമില്ല. സുധാകരനെ പോലെ ധൈര്യമായിട്ട് പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിൽക്കാനും സ്വന്തം ജീവൻ വേണമെങ്കിലും അവഗണിച്ചുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് വേണമെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഇറങ്ങാൻ നിൽക്കാൻ സുധാകരനെ അവർക്ക് ഇനി വേണ്ടെന്ന് തോന്നുന്നു. അതാണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഇപ്പോൾ കേരളത്തിൽ പിന്നെ പല സംസ്ഥാനങ്ങളിലെ അവസ്ഥ ഭീകരമാണ്. അങ്ങോട്ട് ചെല്ലുന്നതോറും ഇനിയില്ല, എല്ലാവരും ഒഴിഞ്ഞ് വേറെ പാർട്ടികളിലേക്ക് പോകും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർ എന്തെങ്കിലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ആയി ഒരു പദവിയിലെത്തിയിട്ട് CPM-നോട് ചേർന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും സാധനം കൊടുക്കും. അതുകൊണ്ട് ഇതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും ഇപ്പോൾ 2 സുധാകരന്മാർ കേരളത്തിൽ തീർച്ചയായും ഇവർ രണ്ടുപേർക്കും ചില പ്രത്യേകതകളുണ്ട്. ഇവർ രണ്ടുപേരും നല്ല നേതൃത്വ ഗുണമുള്ളവരും പ്രഗത്ഭന്മാർ തന്നെയാണ്. രണ്ടുപേരും സ്വന്തം നിലപാടുള്ള 2 സുധാകരന്മാരാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത്. നമ്മൾ എപ്പോഴും നമ്മളത് രാഷ്ട്രീയ വിദ്യാർത്ഥികളൊക്കെ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഡോക്ടർ ശശി തരൂർ നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റിയ ഇന്ത്യ എന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാൾ. കാരണം ശശി തരൂർ എന്ന് പറഞ്ഞാൽ ആ പേര് ലോകത്തോട് ശശി തരൂർ എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലാ നമ്മുടെ നാട്ടിൽ ഈ ഫ്ലക്സ് എഴുതി വെച്ചിട്ട് നാട് മുഴുവൻ കടവുൾ കാണുന്ന നടത്തുന്ന നേതാവിൻ്റെ ഫ്ലക്സ് വയ്ക്കും പോലത്തെ ഫ്ലക്സ് വെച്ചൊന്നും അറിയപ്പെടേണ്ട ആളല്ല തരൂർ. ഇത്രയും വലിയ ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നേരെയൊക്കെ നടക്കുന്ന ഈ ഒരു എന്താണ് ഒരു ആക്രമണം, പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഒരു നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.
ഏതായാലും കേരള രാഷ്ട്രീയം കൂടുതൽ സജീവമാവുകയാണെന്ന് പറയാം. നമുക്ക് വിധമൊക്കെ വന്ന് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇതിൻ്റെ സംഭവങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ലായിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിഷയങ്ങൾ കോൺഗ്രസിലും CPM-ലും ഒക്കെ ഉണ്ടാകുന്ന ഈ വിഷയങ്ങൾ കൂടുതൽ വേറൊരു തലത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്.